ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ മോള് ക്ലാസ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ അവൾ ക്ലാസ് കഴിഞ്ഞ് വന്ന പാടെ ഫ്രിഡ്ജിക്കായിട്ട് ഓടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തലേ ദിവസം പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവൾക്ക് സ്നാക്സിന് പുഡിങ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പുഡിങ് ഉണ്ടാക്കിയതായിരുന്നു. അവൾക്ക് പൈനാപ്പിൾ ഇഷ്ടമല്ല, പക്ഷേ അതിൻ്റെ പുഡിങ്ങിൻ്റെ ബാക്കി വൈറ്റ് പാർട്ട് മാത്രം അവൾ കഴിക്കും. പക്ഷേ ക്ലാസ് കൊണ്ടുപോയതൊക്കെ കഴിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്, എന്താണെന്ന് അറിയില്ല. പിന്നെ ഷെയർ ചെയ്യാൻ ഭയങ്കര ഉഷാറാണ്. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെതാ എമിനുവിനും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവൻ എന്തിനൊക്കെയാ കരയുന്നതെന്ന് എനിക്കറിയില്ല. അവൻ എടുക്കാനോ ഒക്കെയാണ്. അപ്പോൾ നമ്മളെ ഈ ഒരു സെറ്റപ്പൊക്കെ കണ്ട് നിങ്ങൾ പേടിക്കണ്ട. അവൻ ഈ സ്റ്റെപ്പൊക്കെ കയറി മറിഞ്ഞ് കയറി പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സേഫ്റ്റിക്ക് വെച്ചതാട്ടോ. നമ്മൾ ടെറസിൻ്റെ മേലെ നമ്മൾ ചിക്കിടാനുള്ള അയലും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവൾ വന്നതിന് ശേഷം കേട്ടോ ഞാൻ ചിക്കിടാൻ പോയിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ന് നല്ല ലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ. മോന് ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഭയങ്കര ലേറ്റായി. അപ്പോൾ ചിക്കാൻ ഒരുപാടുണ്ടായിരുന്നു. അതിന് മുന്നേ അയൽമയുള്ള ഉണങ്ങിയ ഡ്രസ്സൊക്കെ മാറ്റിയിടാണ് കേട്ടോ. ഉണക്ക് പറയാനായില്ല, മഴ ആയതുകൊണ്ട് നല്ല ഒരു നനവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ഡ്രസ്സും കുറേയൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ എമിനുവിൻ്റെ കുറേ കുരുത്തക്കേടുകളാട്ടോ. അവന് ബക്കറ്റ് എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകണം ഇങ്ങോട്ട് കൊണ്ടുപോകണം എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവന് അവിടെ കളിക്കട്ടെ വിചാരിച്ച്. പിന്നെ അതിനുശേഷം നമ്മൾ താഴെ ഇറങ്ങി നിൽക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവനെ ഇക്കാനെ കണ്ടപ്പോൾ പിന്നെ ഭയങ്കര സന്തോഷമായി. പിന്നെ അവന് ഇക്കാൻ്റെ കൂടെ കളിക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. തലകൊണ്ടൊക്കെ എന്തൊക്കെയോ ആക്ഷൻ കാണിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, ഉപ്പനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്യുന്നു. പിന്നെ അതാ രാത്രി ആയിട്ടുണ്ട്. അപ്പം മോൾക്ക് കുറേ എഴുതാനും ഹോംവർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവളെ ഞാൻ ചെയ്യിപ്പിക്കാം. ഞാൻ അടുത്തിരുന്നിട്ട് തന്നെ വേണം കേട്ടോ ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ അവൾ എഴുതൂല. അടുത്തിരിക്കുവാണെങ്കിൽ ഇരുന്ന് കൊടുത്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് രാത്രി കിടക്കാൻ വേണ്ടി നിന്നപ്പോൾ എൻ്റെ ഫോണ് എമിന് താഴേക്കിട്ട് കട്ടിലിൻ്റെ ചോട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവനത് ഇക്കനെ വിളിച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ്. ഇതാ ചാടി എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഇക്കനോട് ഉള്ളിലോട്ട് പോയിട്ട് എടുക്കാൻ പറയാണ്. അവനക്ക് പേടിയാട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അവന് പോയിട്ട് അവൻ്റെ ബോളൊക്കെ ആണെങ്കിൽ അവൻ പോയിട്ട് എടുക്കും. ഇത് രാത്രി ആയതുകൊണ്ട് എന്താ അറിയൂല, ഇക്കനെ ഉള്ളോട്ട് വിടാറ്. പക്ഷെ ഇക്കൊക്കെ കയറാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതിൽ പോകാൻ കഴിയുന്നില്ല, അത്ര ഹൈറ്റ് ഇല്ലാത്ത കട്ടിലായതുകൊണ്ട്. അത് പിന്നെ ഇക്ക അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞാൻ പോയിട്ടാട്ടോ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാനിതെൻ്റെ മേല് കഴുകൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ സ്കിൻ കെയർ ആയിട്ടൊന്ന് ഞാൻ കാണിച്ചു തരണേ. അതായത് രാത്രി ഞാനൊരു മോയ്സ്ചറൈസർ മാത്രമേ ഇടാറുള്ളൂ. നമ്മൾ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നല്ലപോലെ തുടക്കാം. പിന്നെ നമ്മൾ ഈ മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഇതാ ചെറിയൊരു നനവ് മുഖത്തുണ്ടാകുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോഴേ നമ്മൾ ആ മോയ്സ്ചറൈസറൊക്കെ നമ്മൾ ഇടുന്നത് നല്ലപോലെ ബ്ലെൻഡായിട്ട് വരുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഇത് കുറച്ച് കാലം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ടാവും എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പക്ഷേ ഇവനിന്ന് ഉറങ്ങിയിട്ടേ ഇല്ല. ടൈം ഇപ്പോൾ എത്രയാണ് ഞാൻ കാണിച്ചില്ല, 12 മണിയായിട്ടുണ്ട്. എല്ലാവരും ഉറങ്ങി ഗൈസ്, ഞാനും ഇവനും മാത്രമുണ്ട്. അവന് ഉറക്കേ ഇല്ല. എൻ്റെ കണ്ണൊക്കെ നോക്കി എനിക്ക് നല്ല പോലെ ഉറക്കം വന്നിട്ടുണ്ട്. കാരണം തലേ ദിവസം രാത്രി ഉറങ്ങിയിട്ടില്ല, ഉച്ചക്കും ഉറങ്ങിയിട്ടില്ല, ഭയങ്കര ഉറക്കം വരുന്നുണ്ട്. പക്ഷെ അവന് ഉറങ്ങാനേ കൂട്ടാക്കുന്നുണ്ടായില്ല. എന്നിട്ട് കുറേ നേരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഹാളിലൂടെ നടന്ന് അതൊക്കെ കഴിഞ്ഞിട്ടാട്ടോ ഞാൻ ഉറങ്ങി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എത്രയല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.